കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളെ കുറിച്ച് ഇവിടെ ആരും സൂചിപ്പിച്ചില്ല. പുരുഷൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് വ്യവസായങ്ങൾ തുടങ്ങിയത്. പരമ്പരാഗത വ്യവസായങ്ങൾ കശുവണ്ടി, കയറ്, അതുപോലെ കൈത്തറി, ഈ വ്യവസായങ്ങളുടെ സ്ഥിതി എന്താ ഇന്ന് രാജ്യത്ത്? കളമശ്ശേരിയിലെ പുരുഷന്റെ എൻ്റെ MLA ആണ് വ്യവസായ മന്ത്രി. അദ്ദേഹത്തിന്റെ നാട്ടിൽ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോൾ HIL എന്ന് പറഞ്ഞ പൊതുമേഖല, കേന്ദ്ര പൊതുമേഖല സ്ഥാപനം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ട് ആദ്യത്തെ ഇത് കേക്ക് രാജീവിന് ഉത്തരവാദിത്വമല്ലേ? വ്യവസായ മന്ത്രിക്ക് ഉത്തരവാദിത്വമല്ലേ? ആ സ്ഥലം 38 ഏക്കർ സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്താണ്. ആ നമ്മൾ പറഞ്ഞു FSCT ആ വ്യവസായ സ്ഥാപനത്തെ ഏറ്റെടുക്കാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ നിവേദനം കൊടുത്താണ് രാജീവിൻ്റെ അടുത്ത് പോയി. ഞാൻ അവിടുത്തെ യൂണിയൻ നേതാവായിരുന്നു. ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് അദ്ദേഹം അനങ്ങിയില്ല. അതുപോലെ ട്രാക്കോ കേബിൾ ഒരു തൊഴിലാളി, CI2ന്റെ തൊഴിലാളി അവിടെ തൂങ്ങി മരിച്ചു. ആ സ്ഥാപനം പോയി. അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയി. അതൊന്നും ഡോക്ടർ സാബു ജേക്കബ് വ്യവസായം കൊണ്ട് പോയത്. ഡോക്ടർ സാബു ജേക്കബ് വ്യവസായം കൊണ്ട് ഓടിപ്പോയത് BJP-യിലേക്കാ പോയത്. BJP-യിലേക്കാണ്. എന്ത് കാരണമാവട്ടെ? ഇന്ത്യ ഗവൺമെന്റ് സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഒപ്പിട്ട രാജ്യമാണോ? അംഗീകരിക്കണ്ടോ? എന്തായാലും സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഒപ്പിട്ട രാജ്യങ്ങളിൽ എന്ത് പാടില്ല? EDT ഉണ്ടാക്കാൻ പാടില്ല, ഈ 3 പ്രോഡക്റ്റ് ആണ് അവിടെ ഉണ്ടായി. ലോകം നിരോധിച്ച 3 കീടനാശിനികൾ ഉണ്ടായിരുന്ന ഒരു കമ്പനി കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം. ചർച്ചയിൽ രാഷ്ട്രീയം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വികസനത്തിന്റെ ഏറ്റവും വലിയ വിരോധി രാഷ്ട്രീയം തന്നെയാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം അതാണ് സത്യം. അതില് കക്ഷി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ ഇതിന്റെയൊക്കെ പരിഹാരങ്ങളാണ് ഈ ചർച്ചയെന്ന് ഉരുത്തിരിയേണ്ടത്. അതിൽ 2 കാര്യങ്ങൾ ഉള്ളത്. ഒന്ന്, ബേസിക് ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ഉണ്ടാവണം. അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ കുറച്ച് കാലങ്ങൾക്കുള്ളിലാണ് ഈ ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ ചെറുപ്പക്കാരും എല്ലാം നാടുവിടുന്നത്. ആ നാടുവിടലിന്റെ അളവ് കൂടിയത്, അവരൊക്കെ പണ്ടും ഫോറിനിൽ പോയിട്ടില്ലെന്ന് വെച്ചാൽ പോയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യം അല്ല. ഇന്ന് വളരെ കൂട്ടത്തോടൊരു മൈഗ്രേഷൻ പോലെ ആളുകൾ ഓപ്പർച്യൂണിറ്റീസ് കൂടി, ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസിൽ ഇവിടുത്തെ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നോക്കി നിൽക്കാൻ തയ്യാറുള്ള യുവത്വം അവരെ പോലും പരിഗണിക്കപ്പെടുന്നില്ല. ഒന്നത്. രണ്ടാമത്, ഇനി ഗവൺമെന്റിന് ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വയം ഒരു സംരംഭകൻ ആയി തീരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പോലെ അതിന് എതിരായ രീതിയിലുള്ള ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നമ്മൾ കൂടുതലായിട്ട് ആളുകളെ വ്യവസായത്തിലേക്ക് വരാനും വ്യവസായികളെ സംരക്ഷിക്കാനും നോക്കണം. കാരണം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കേരളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കേരളത്തിന്റെ അടിത്തറ തന്നെ വ്യവസായികളുടെ വലിയൊരു അധ്വാനത്തിന്റെ ഫലമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ഗവൺമെന്റ് ചെയ്യണം. അത് എന്ത് രീതിയിലാണെങ്കിലും അത് ചെയ്തേ പറ്റൂ. സംരക്ഷിച്ചില്ലെങ്കിലും അതും കൂടി ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.